ഹായ് നമസ്കാരം. ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്ന റീഡിങ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് എന്താണ് നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം എന്നാണ്. അതായത് അവരുടെ മനസ്സിൽ എന്ത് അഭിപ്രായമാണ് നിങ്ങളെക്കുറിച്ചുള്ളതെന്നുള്ളൊരു റീഡിംഗ് ആണ്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആകില്ല. റീഡിംഗ് കാണുന്നതിന് മുമ്പ് ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക. അതിനുശേഷം ഈ ഒരു റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്താണെന്ന് നോക്കാം. നൈറ്റ് ഓഫ് കപ്സ്, 5 ഓഫ് പെന്റക്കിൾസ്, എംപ്രസ്, കിങ് ഓഫ് പെൻറ്റക്കിൾസ്, ഏസ് ഓഫ് കപ്സ്, പേജ് ഓഫ് സോർട്സ്, ഹീറോ ഓഫ് ഫെൻഡ്, 7 ഓഫ് വാൺസ്. അപ്പോൾ ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ആദ്യം നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സ് ആണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, നിങ്ങളെ അവർ കരുതുന്നത് നിങ്ങൾക്ക് വളരെയധികം സ്നേഹവും അതുപോലെ തന്നെ വളരെയധികം കനിവും ഉള്ള ഒരു വ്യക്തിയായിട്ട് ആ ഒരു വ്യക്തി നിങ്ങളെ ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുൻപ് ഒരുപാട് ഒറ്റപ്പെടലുകൾ അനുഭവിച്ച ഒരു വ്യക്തിയായിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹമുള്ളതായിട്ടും കാണിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരെയും സഹായിച്ചാലും നിങ്ങളെ എല്ലാവരും മനസ്സിലാക്കുന്നില്ല എന്നൊരു വിശ്വാസം ആ വ്യക്തിയിൽ ഉള്ളതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ എല്ലാവർക്കും എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും. പക്ഷേ ആരും തന്നെ നിങ്ങളെ മനസ്സിലാക്കുന്നില്ല. തിരിച്ച് ഒരു സ്നേഹവും നിങ്ങൾക്ക് കിട്ടുന്നില്ല. എന്നിട്ടും എന്തിനാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് ആവശ്യമില്ലാത്ത ഈ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് എന്നൊക്കെയുള്ള ചെറിയൊരു പരിഭവവും അതുപോലെ തന്നെ ഒരു വിഷമവും ആ ഒരു വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ഇവിടെ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ എംപ്രസ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ചിലപ്പോഴൊക്കെ ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ കാണുമ്പോൾ അവരുടെ അമ്മയെ ഓർമ്മ വരുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളെ കാണുമ്പോൾ അവർക്കൊരു മദർ എനർജി ഫീൽ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ ചിലപ്പോഴൊക്കെ നിങ്ങൾക്കൊരു ഇമോഷണൽ സപ്പോർട്ട് ആവശ്യമുണ്ടെന്നും ആ ഒരു വ്യക്തിക്ക് വളരെയധികം തോന്നുന്നതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ അത് ഒരിക്കൽ പോലും അവർ നിങ്ങളോട് തുറന്നു പറയാറില്ല എന്നും ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ അവരുടെ ജീവിതത്തിൽ അബണ്ടൻസ് നൽകുന്ന ഒരാളായിട്ട് ആ ഒരു വ്യക്തി ഇവിടെ നിങ്ങളെ കാണുന്നതായിട്ടും കാണുന്നുണ്ട്. അതുപോലെ നമുക്കിവിടെ കിങ് ഓഫ് പെൻറ്റക്കിൾസ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത്, ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന മറ്റൊരു കാര്യം, നിങ്ങൾക്ക് വളരെയധികം അറിവുള്ള ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെയധികം ക്ഷമാശീലമുള്ള ഒരു വ്യക്തിയായിട്ടും നിങ്ങളെക്കുറിച്ച് അവർ കരുതുന്നുണ്ട്. അതുപോലെ നമുക്കിവിടെ ഏസ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഈ ഒരു വ്യക്തിക്ക് അനുഭവപ്പെടുന്നത്, അവർക്ക് ഒരുപാട് സ്നേഹം നിങ്ങളോടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അതവർ നിങ്ങളോട് പ്രകടിപ്പിച്ചിട്ടില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ ഒരു വ്യക്തിയുടെ ഹൃദയം നിറഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു ഏസ് ഓഫ് കപ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. അതുപോലെ അവർ നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ആത്മീയമായിട്ട് വളരെയധികം അറിവുള്ളൊരു വ്യക്തിയാണെന്ന് അവർ ചിന്തിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ചില സമയത്തൊക്കെ നിങ്ങളോട് വളരെയധികം ഒരു ബഹുമാനം ആ ഒരു വ്യക്തിക്കുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളെ പരിചയപ്പെടാൻ കഴിഞ്ഞത് ആ ഒരു വ്യക്തിയുടെ ഭാഗ്യമായിട്ടാണ് ആ ഒരു വ്യക്തി കരുതുന്നതെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെയധികം ചിന്താശീലമുള്ള ഒരു വ്യക്തിയായിട്ടും അവർ നിങ്ങളെ കാണുന്നുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ അവർ നിങ്ങളെക്കുറിച്ച് പല ചോദ്യങ്ങളും അവരുടെ മനസ്സിൽ ചോദിക്കുന്നതായിട്ടൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളറിയാതെ ഈ ഒരു വ്യക്തി മാറി നിന്ന് നിങ്ങളെ നിരീക്ഷിക്കുന്നതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ചില ഇഷ്ടങ്ങൾ, നിങ്ങളുടെ ദൈവികമായിട്ടുള്ള ചില വിശ്വാസങ്ങൾ, അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു സംസ്കാരം, നിങ്ങളുടെ അച്ചടക്കം എല്ലാം അവരുടെ മനസ്സിൽ വലിയ തരത്തിലുള്ള സ്വാധീനം ഉണ്ടാക്കിയതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ ആ ഒരു വ്യക്തി ഈ ഒരു ബന്ധത്തെ കരുതുന്നത്, ഈ ഒരു കണക്ഷൻ ഒരു ഡിവൈൻ ബ്ലെസ്സിങ് ആണെന്ന് ആ ഒരു വ്യക്തി കരുതുന്നുണ്ട്. ചില സമയങ്ങളൊക്കെ അവരുടെ സ്പിരിച്വൽ ടീച്ചറാണ് നിങ്ങളെന്നും അവർ കരുതുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്ര പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വന്നാലും ഒരിക്കലും ആ ഒരു പ്രശ്നങ്ങളിൽ നിന്നെല്ലാം പിന്നോട്ട് പോകാൻ നിങ്ങൾ തയ്യാറാകാതെ അത് സധൈര്യം നേരിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് വളരെയധികം ബഹുമാനമാണ്, നിങ്ങളോട് കൂടുതലും ബഹുമാനമുള്ളതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ
അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്. റീഡിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.